സംഗീത ധ്യാൻ മന്ത്രിയിലേക്ക് സ്വാഗതം. കേട്ടറ്റ് കാറ്റഗറി ഫോർ മ്യൂസിക്കിൻ്റെ സിലബസാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. സ്ക്രീനിൽ നിങ്ങൾക്ക് 2 പേജിലായി സിലബസ് കാണാൻ സാധിക്കും. ഒരുപാട് മെയിൻ ടോപ്പിക്സ് ഉണ്ട്, അതിനോടനുബന്ധിച്ച സബ് ടോപ്പിക്സും ഉണ്ട്. ഈ രീതിയിലാണ് നിങ്ങൾ സിലബസ് നോക്കുന്നതെങ്കിൽ എല്ലാവർക്കും അത് ഈസി ആവണമെന്നില്ല, കാരണം ഒരുപാട് കണ്ടൻറ്റ് ഇതിൽ പറയുന്നുണ്ട്. ഒരു പരീക്ഷയ്ക്ക് നമ്മൾ തയ്യാറെടുക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ പരീക്ഷയുടെ സിലബസിനെ വളരെ വ്യക്തമായി മനസ്സിലാക്കി അതിനനുസരിച്ച് പഠിക്കുക എന്നതാണ്. അപ്പോൾ ഞാൻ ഇതിനെ ഈസിയായി ഈ സിലബസിനെ മനസ്സിലാക്കാൻ വേണ്ടി ഇതിനെ 6 പാർട്ടായിട്ട് തിരിക്കുകയാണ്. ഏതൊക്കെയാണ് ഈ 6 പാർട്ടുകളെന്ന് നമുക്ക് നോക്കാം. ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സ് ഓഫ് മ്യൂസിക്, ടെക്നിക്കൽ ആസ്പെക്ട്സ് ഓഫ് മ്യൂസിക്, പെഡഗോജിക്കൽ ആസ്പെക്ട്സ് ഓഫ് മ്യൂസിക്, ലൈഫ് സ്കെച്ച്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മ്യൂസിക്. ഈ 6 ടോപ്പിക്സ് നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മ്യൂസിക് എന്ന സബ്ജക്റ്റിൽ 70+ മാർക്ക് ഉറപ്പായും സ്കോർ ചെയ്യാൻ സാധിക്കും. നമ്മുടെ പരീക്ഷയുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി എന്ന ഭാഗത്തു നിന്നും 30 മാർക്സ്, ലാംഗ്വേജിൻ്റെ ഭാഗത്തു നിന്നും 40 മാർക്സ്, അതുപോലെ മെയിനായിട്ടുള്ള മ്യൂസിക് എന്ന സബ്ജക്റ്റിൽ 80 മാർക്സ്. അങ്ങനെ ടോട്ടൽ 150 മാർക്കിനാണ് നമ്മുടെ പരീക്ഷ. ഈ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് നമുക്ക് നോക്കാം. ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ ഈ പരീക്ഷ നിങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യമായ മാർക്ക് 90 മാർക്സാണ്. അതുപോലെ SC, ST, OBC, OEC കാറ്റഗറി ആണെങ്കിൽ 82 മാർക്സ്, PH കാറ്റഗറി ആണെങ്കിൽ 75 മാർക്ക്. ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സ് ഓഫ് മ്യൂസിക്കിൽ വരുന്ന ടോപ്പിക്കുകളാണ് ഒറിജിൻ ഓഫ് മ്യൂസിക്, മ്യൂസിക് ഇൻ വേദിക് പീരീഡ്, പ്രീ ആൻഡ് പോസ്റ്റ് പീരീഡ് ഓഫ് ട്രിനിറ്റി ആൻഡ് സീഡ്സ് ഓഫ് മ്യൂസിക്. ഇനി ഒറിജിൻ ഓഫ് മ്യൂസിക്കിൽ വരുന്ന സബ് ഡിവിഷൻസ് ഏതാണെന്ന് നോക്കാം. മാർഗി ആൻഡ് ദേശി, ഇവാലുവേഷൻ ഓഫ് സ്കെയിൽസ്, ഫോംസ് ഇൻ സേക്രഡ് മ്യൂസിക് ആൻഡ് ദെയർ ഇവാലുവേഷൻ. ഇനി മ്യൂസിക് ഇൻ വേദിക് പീരീഡിലെ സബ് ഡിവിഷൻ നോക്കാം. ഉദാത്ത ആൻഡ് അനുദാത്ത, നാട്യശാസ്ത്ര ബൈ ഭരതമുനി, ബൃഹദേശി ബൈ മദംഗമുനി, സംഗീത രത്നാകര ബൈ സാരംഗദേവ, സ്വരമേള കലാനിധി ബൈ രാമമാത്യർ, കരിക്കുലം ബൈ പുരന്ദരദാസരൻ, മായാമാളവയുള്ള രാഗ. അടുത്ത് വരുന്ന ടോപ്പിക്കാണ് പ്രീ ആൻഡ് പോസ്റ്റ് പീരീഡ് ഓഫ് ട്രിനിറ്റി. അതിൽ വരുന്ന സബ് ഡിവിഷൻ അഷ്ടപതി ഓഫ് ജയദേവ, ബൈഫ്രിക്കേഷൻ ഓഫ് ഇന്ത്യൻ മ്യൂസിക് ആസ് ഹിന്ദുസ്ഥാനി ആൻഡ് കർണാട്ടിക് മ്യൂസിക്. നെക്സ്റ്റ് വൺ സീഡ്സ് ഓഫ് മ്യൂസിക്, മധുര, താഞ്ചൂർ, മൈസൂർ ആൻഡ് ട്രാവൻകൂർ. ടെക്നിക്കൽ ആസ്പെക്ട്സ് ഓഫ് മ്യൂസിക്കിൽ വരുന്ന മെയിൻ ടോപ്പിക്സ് മ്യൂസിക്കൽ ടെർമിനോളജി, മ്യൂസിക്കൽ ഫോംസ്, രാഗലക്ഷണം, ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് താള, റീസെൻറ്റ് ട്രെൻഡ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ മ്യൂസിക്, ഫോക്ക് മ്യൂസിക്, ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻ. മ്യൂസിക്കൽ ടെർമിനോളജി വരുന്ന സബ് ഡിവിഷൻസ് നോക്കാം. നാദ, സ്വര, ശ്രുതി, വാദി, സംവാദി, വിവാദി, അനുവാദി, സ്ഥായി, ഗ്രഹ, ജീവ, ന്യാസ, അംശ, രാഗ, ഗമക, നൊട്ടേഷൻ. മ്യൂസിക്കൽ ഫോംസ് വരുന്ന സബ് ഡിവിഷൻ നോക്കാം. ഗീത, ജതിസ്വരം, സ്വരജതി, താനവർണം, ധരുവർണം, പദവർണം, കൃതി, കീർത്തനം, പദം, രാഗമാലിക, ജാവലി, തില്ലാന, തിരുപ്പുകൾ. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് രാഗലക്ഷണം. എക്സാമിന് വളരെയധികം വെയിറ്റേജ് ഉള്ള ടോപ്പിക്കാണ് രാഗലക്ഷണം. 20 രാഗങ്ങളെക്കുറിച്ചാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അതുകൂടാതെ ശ്രുതിഭേദ, 22 ശ്രുതി, ദശവിധ ഗമകാസ്, 72 മേളകർത്ത രാഗം, കടബയാതി, ഭൂതസംഖ്യ ഇവയെക്കുറിച്ചും ഇതിൽ പഠിക്കാനുണ്ട്. രാഗലക്ഷണം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് താള. അതിൽ വരുന്ന ഡിവിഷൻസ് സപ്തതാള, സ്കീം ഓഫ് 35 താള, ദേശാദി മധ്യാദി താള, ചാപ്പുതാള ആൻഡ് ഇറ്റ്സ് വെറൈറ്റീസ്. അടുത്ത ടോപ്പിക് റീസെൻറ്റ് ട്രെൻഡ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ മ്യൂസിക്, ലൈറ്റ് മ്യൂസിക്, ഫിലിം സോങ്സ്, പാട്രിയോട്ടിക് സോങ്സ്, ഫെസ്റ്റിവൽ സോങ്സ്, ഫ്യൂഷൻ മ്യൂസിക്, കരോക്കെ മ്യൂസിക്, മ്യൂസിക് തെറാപ്പി, ഇൻഫ്ലുവൻസ് ഓഫ് കർണാട്ടിക് മ്യൂസിക് ഓൺ കഥകളി മ്യൂസിക്, ഇൻഫ്ലുവൻസ് ഓഫ് ഹിന്ദുസ്ഥാനി മ്യൂസിക് ഓൺ കർണാട്ടിക് മ്യൂസിക്. അടുത്തത് ഫോക്ക് മ്യൂസിക്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ക്ലാസിഫിക്കേഷനും. അത് ഡിവോഷണൽ സോങ്, ഫെസ്റ്റിവൽ സോങ്, അഗ്രികൾച്ചറൽ സോങ്, വഞ്ചിപ്പാട്ട്, താരാട്ടുപാട്ട്, നാടൻ പാട്ട്, ട്രഡീഷണൽ റിച്വൽ സോങ്സായി തിരിച്ചിരിക്കുന്നു. അടുത്ത മൂന്നാമത്തെ പാർട്ട് പെഡഗോജിക്കൽ ആസ്പെക്ട്സ് ഓഫ് മ്യൂസിക്. അതിൽ 4 ഡിവിഷൻസ് ഉണ്ട്. അപ്രോച്ച് ടു ലേണിംഗ് ഓഫ് മ്യൂസിക്, പ്രോസസ് ഓഫ് ടീച്ചിങ്, മെത്തഡോളജി, ടീച്ചിങ് മാനുവൽ ഓർ പ്ലാൻ, പെഡഗോജിക് അനാലിസിസ്. നാലാമത്തെ പാർട്ട് ലൈവ് സ്കെച്ചാണ്. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ലൈവ് സ്കെച്ചും.
ഒരുപാട് ക്വസ്റ്റ്യൻസ് ലൈവ് സ്കെച്ച് ബേസ് ചെയ്ത് ചോദിക്കാറുണ്ട്. ഇവിടെയും നമുക്ക് കുറച്ചധികം മ്യൂസീഷ്യൻസിനെ കുറിച്ച് പരിചയപ്പെടാനും പഠിക്കാനും ഉണ്ട്. അടുത്തത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. അതിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സും ഉണ്ട്. എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് നോക്കാം. സ്ട്രിങ്, വിൻഡ്, പെർക്യൂഷൻ, ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, കൺസ്ട്രക്ഷൻ ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, പ്ലേയിങ് ടെക്നിക്. ഇത്രയും കാര്യങ്ങളാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ ഉള്ളത്. അടുത്തത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. തമ്പുര, വീണ, വയലിൻ, ഫ്ലൂട്ട്, മൃദംഗം, ചെണ്ട, കഞ്ചിറ, മദ്ദളം, ഇടയ്ക്ക, തിമില, കൊമ്പ്, കുഴൽ, കൊട്ടുവാദ്യം, ഘടം, തവിൽ ആൻഡ് നാദസ്വരം. അടുത്തത് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് മ്യൂസിക്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഔട്ട്ലൈൻ നോളജ് ഓഫ് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്സ് ആൻഡ് നോട്ട്ബുക്ക്, ഇൻ്റർനെറ്റ്, ഇമെയിൽ, ബ്ലോഗ്, വേൾഡ് വൈഡ് വെബ്, മ്യൂസിക് സൈറ്റ്സ്, MP3, DVDs, റെക്കോർഡിംഗ്. അപ്പോൾ നമ്മുടെ കേട്ടഡ് കാറ്റഗറി ഫോർ മ്യൂസിക് എന്ന സ്വപ്നം അകലെയല്ല. നമ്മുടെ സിലബസ് നമ്മൾ ഡീറ്റെയിൽ ആയി കണ്ടു. ഇതാണ് നമ്മുടെ സിലബസ്. നമ്മളിതിനെ 6 പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കളയാൻ സമയമില്ല. എത്രയും പെട്ടെന്ന് സംഗീത ധ്യാൻ മന്ത്രിയിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പഠനം തുടങ്ങും.